നമസ്കാരം. രാവിലെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച സമയത്ത് ഒരു ആശംസ പറയാമെന്നൊക്കെ കരുതിയ സമയത്ത് എല്ലാവരും പള്ളിയിലും അമ്പലങ്ങളിലൊക്കെയാണ്. എല്ലാവരും നല്ല തിരക്കിലാണ്. കർത്താവിനോടും കൃഷ്ണനോടും അള്ളാഹുവിനോടും ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷം നല്ലത് നേടിത്തരണേ, ഇന്നത് നേടിത്തരണേ, പ്രശ്നങ്ങൾ മാറ്റണേ എന്നൊക്കെ. ശരിയാണ്, ദൈവം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും അത് ഫലം കൊള്ളും. പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, കുറച്ച് പ്രാർത്ഥനകൾ നമ്മളോടൊക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് ഈ വീഡിയോ നിങ്ങളോട് ഇടണം, സംസാരിക്കണമെന്ന് തോന്നിയത് രാവിലെ തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ തോന്നിയ സമയത്ത് ഞാൻ എന്നോടാണ് പറഞ്ഞത് എനിക്ക് ആ വീഡിയോ ഇടണം. അത് വീഡിയോ ഇടണം ചിന്തിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് അതിനുവേണ്ടി ആവശ്യമായത്, അതിനുവേണ്ടി ശരീരം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ഈ ശരീരവും മനസ്സും ബ്രെയിനും ഒക്കെ ട്യൂൺഡാവും. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പുറത്ത് ആരോടെങ്കിലും പറയാം, എൻ്റെ വൈഫിനോട് പറയുകയാണ് ഞാൻ അവിടെ പോവാണ് എന്ന് പറഞ്ഞാൽ പോകുക നടക്കത്തില്ല. എന്നോട് പറയണം, ഞാൻ തീരുമാനിക്കണം അത് പുറത്ത് പോകണമെങ്കിൽ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു റെസൊല്യൂഷൻസ്, ഒരു 10 കാര്യങ്ങൾ എഴുതിയിടും. ഈ 10 കാര്യങ്ങൾ എന്നോട് തന്നെ പറയും ഈ വർഷം ഞാൻ അച്ചീവ് ചെയ്യേണ്ട, ഞാൻ നേടേണ്ട കാര്യങ്ങളാണ് എഴുതുന്നത്. അത് തീർച്ചയായിട്ടും ഞാനത് നേടിയെടുക്കുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ 2024 ജനുവരി 1-ാം തീയതി ഞാൻ എടുത്ത 10 റെസൊല്യൂഷൻസ്, തീരുമാനങ്ങളുണ്ട്. ആ 10 തീരുമാനങ്ങൾ നടന്നു എന്ന് തന്നെ പറയാം. അതിലൊരു തീരുമാനം ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് തുടങ്ങിയത് ഈ ഡിസംബർ 20-ാം തീയതി ആയതുകൊണ്ട് അത് തീർക്കുന്നത് ഒരുപക്ഷെ ജനുവരി പകുതിയോട് മാത്രമാണ്. അതുകൊണ്ട് അതുമാത്രമാണ് ഒരു ഹാഫ് വേയിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ പറയുന്ന കാര്യം, എപ്പോഴും നമ്മളോട് സംസാരിക്കണം കുറേ കാര്യങ്ങൾ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പം പല ആൾക്കാരും ചെയ്യാറുണ്ട്, ഒരു ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു നാട് ദോഷമാണ്, വീട് ദോഷമാണ്, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം ഞാൻ നിൽക്കുന്ന ഇടമാണെന്ന് ചിന്തിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോകുന്ന ആൾക്കാരുണ്ട്. മറ്റൊരു സ്ഥലം തേടി അവിടെ ചെല്ലുമ്പോൾ ഞാൻ ശരിയാവുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അവർ മനസ്സിലാകേണ്ട പ്രശ്നം, യഥാർത്ഥ പ്രശ്നം ആ നിൽക്കുന്ന നാടോ തൊഴിലോ ഒന്നുമല്ല, വല്ല വ്യക്തിയൊന്നുമല്ല, നമ്മൾ തന്നെയാണ് പ്രശ്നം. ഈ പ്രശ്നം കൊണ്ടാണ് നമ്മൾ എവിടെയൊക്കെ പോയാലും ഈ പ്രശ്നം നമ്മളെ ഫോളോ ചെയ്യും. അത് നമ്മളെ പ്രശ്നമുള്ള സ്ഥലത്ത് നിന്ന് അത് സൊല്യൂഷൻ കാണാതെ നമ്മൾ എവിടെ പോയാലും ഈ പ്രശ്നങ്ങൾ നമ്മളെ പിന്തുടരുകയും അത് ഇരട്ടിക്കുകയും നമ്മുടെ ജീവിതം വലിയ പ്രശ്നമാക്കുകയൊക്കെ ചെയ്യും. ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. എനിക്ക് വലിയൊരു പ്രശ്നം വന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു വിട്ടിട്ട് പോകും, പ്രശ്നം തീരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ് എൻ്റെ പ്രശ്നങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിന് സൊല്യൂഷൻ കാണേണ്ടത് എൻ്റെ ഉള്ളിൽ നിന്നാണ്, അല്ലാതെ മറ്റൊരു നാട് മാറിപ്പോയിട്ടൊന്നുമല്ല. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മൾ കേട്ടൊരു സംഭവമാണ്, പരമശിവൻ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവതഗണങ്ങളൊക്കെ കരുതി പരമശിവനെ തപസ്സിളക്കണം. അതുകൊണ്ട് കാമദേവനെ അയച്ച് മനസ്സിൽ കാമം അമ്പ ചെയ്ത് മനസ്സിലേക്ക് കാമം ഇട്ടിട്ട് അതുകൊണ്ട് തപസ് ഇളകിയിട്ട് ഈ തപസ് ഇല്ലാതാകുകയും ദേവന്മാരെ രസിക്കുമെന്നൊക്കെ തീരുമാനിച്ച കഥയൊക്കെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ പരമശിവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരം മറിഞ്ഞ് കാമദേവൻ വന്ന് അമ്പയ്യല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഉള്ളിൽ എന്ത് തോന്നുന്നുണ്ടോ നമ്മളാണ് കാരണം. പരമശിവൻ തപസ് ചെയ്ത സമയത്ത് കാമം തോന്നിയത് ഉള്ളിലാണ്. അപ്പോൾ പരമശിവൻ്റെ തപസ് ഉള്ളിൽ കാമം തോന്നിയ സമയത്ത് തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കി എന്നാണ് കാമത്തെ, പുറത്തെയുള്ള കാമദേവനെ ഭസ്മമാക്കുകയല്ലേ ചെയ്ത്. തൃക്കണ്ണ്, നമ്മുടെ ഇൻ്റലിജൻസ് ഉള്ളിലേക്കാണ് തുറക്കേണ്ടത്, നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. പരമശിവൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കി തൻ്റെ ഉള്ളിലെ കാമത്തെ കത്തിച്ച് കളഞ്ഞെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. ഒരു ധ്യാനാവസ്ഥയിൽ ഇരുന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് പരിഹരിക്കണം. അല്ലാതെ പുറത്തെങ്ങും ഒരെണ്ണത്തിന് പരിഹാരം കിട്ടത്തില്ല. കഴിഞ്ഞ വർഷം പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയ ആൾക്കാരൊക്കെ എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതൊക്കെ നേടിയോ? അപ്പോൾ അതുകൊണ്ട് പള്ളിയിലെ അമ്പലങ്ങളിലെയും പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ ഉള്ളിലേക്കുള്ള നമ്മളോടുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ഫലം ചെയ്യുന്നതാണ് എൻ്റെ ജീവിതം തെളിയിച്ചിട്ടുള്ളത്. എൻ്റെ പ്രശ്നങ്ങൾക്ക് മിക്ക പ്രോബ്ലംസിനും ഒരു പരിഹാരം കണ്ടത് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കിയാണ്. തീർച്ചയായിട്ടും ഞാൻ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതും സഹായകരമായിരിക്കാം. എന്നാലും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സജഷൻസ്, സെൽഫ് ടോക്കൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. നമ്മൾ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമ്മൾ കഴിക്കുന്നതും ചിന്തിക്കുന്നതും കുടിക്കുന്നതും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും നമ്മൾ നേടേണ്ട കാര്യങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ന്യൂ ഇയറിന് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഇന്ന് ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഓരോ ദിവസം അതിനുവേണ്ടി ശ്രമിക്കുക, പരാജയപ്പെടരുത്, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് നേടിയിട്ട് ഉറങ്ങുമെന്ന് തീരുമാനിക്കുക. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ഞാൻ രാവിലെ 3 മണിക്ക് എണീറ്റ് എൻ്റെ ജോലി തുടങ്ങുകയാണ് ചെയ്തത്. ആ ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് ഫലം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി എൻ്റെ ജോലിയാണ് ഞാൻ ആദ്യം ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകും, പള്ളിയിലൊക്കെ പോകും. പക്ഷേ എന്നാലും ഞാൻ ചെയ്ത ആദ്യം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരു പടി ഈ വർഷം വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം. അതുകൊണ്ട് 2025 നമുക്കൊക്കെ നല്ലൊരു വർഷമാകട്ടെ. എല്ലാവരും സുഖവും സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രമേ ലോകത്തിനൊരു രസമാവൂ. നമുക്കൊരു എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കാരും ഒക്കെ സന്തോഷത്തോടും സമൃദ്ധിയോടും ഒക്കെ ഇരുന്നാലേ എനിക്ക് അഭിമാനിക്കാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവർക്കും ഈ വർഷം ഒരു നല്ല വർഷമാകട്ടെ. അവരുടെ കുടുംബത്തിനും അവരുടെ ജോലിക്കും അവരുടെ ഹൃദയത്തിനുമൊക്കെ നല്ല തിളക്കമുള്ള സന്തോഷമുള്ള ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിലൂടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.